ഹായ് ഹലോ, നമുക്കിന്ന് ഒരു ബട്ടർ സ്കോച്ചിൻ്റെ വർക്ക് ഉണ്ടല്ലോ. ഒരു ചെറിയ വർക്കാണ്. നമുക്കതിനായിട്ട് വാനില സ്പഞ്ച് എടുത്തിട്ടുണ്ട്. 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ ബോർഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷുഗർ സിറപ്പും കുറച്ച് അതിൻ്റെ പൊക്കത്ത് ഇതും കൂടെ കുറച്ച് സോസും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ക്രീം വെച്ചിട്ട് എല്ലായിടത്തും ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് ഫില്ലിങ്ങും സോസും കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്തു. പിന്നെ കുറച്ച് പ്രളയിനാണ്, അത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. സോസും ഇതെല്ലാം ഞാൻ വീട്ടിലാക്കിയത് തന്നെയാണ്. സോ പ്രളയിനിൽ കൊടുത്തിട്ടുള്ളത് കാഷ്നട്ടും ബദാമും കൂടിയാണ്. എന്നിട്ട് അതേപോലെ തന്നെ സെക്കൻഡ് ലെയറും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് ഒരു ഉച്ചയാകുമ്പം വന്ന ഓർഡറാണ്. വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്, അപ്പം പെട്ടെന്ന് ആക്കിയതാണ്. അത് തിന്നായിപ്പോയി ലെയറെല്ലാം. അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് കുറച്ച് പരത്തി ചെയ്യണമെന്ന് പറഞ്ഞു. 1/2 kg ആണ് വെയിറ്റ് വരുന്നത്. അപ്പം 7 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സ്പഞ്ച് എന്നാലും അത്യാവശ്യം വലിപ്പമുണ്ട്. എന്നിട്ട് ക്രം കോട്ട് ആക്കുകയാണ്. ഇപ്പം ക്രം കോട്ടാക്കിയിട്ട് നമുക്കൊരു അരമണിക്കൂറെല്ലാം ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് ഫൈനൽ കോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അരമണിക്കൂറെല്ലാം കഴിഞ്ഞ് വീണ്ടും എടുത്ത് ഞാൻ ഫൈനൽ കോട്ടിലാണല്ലേ. ചെറിയൊരു വെഡിങ് ആനിവേഴ്സറീൻ്റെ ഇതാണ്. അവർ പിന്നെ ആയിരിക്കും തീരുമാനിച്ചിട്ടുണ്ടാവുക ഒരു കേക്കെല്ലാം മുറിക്കാമെന്ന്. അതുകൊണ്ട് വലിയ വർക്കൊന്നുമില്ല. ഒരു പിങ്ക് കളറ് മുകളിൽ കൊടുത്തിട്ട് ചെറിയ കുട്ടി കുട്ടി ഹാർട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് പേരെഴുതുന്നുണ്ട്. പേരെഴുതാൻ പെട്ടെന്ന് വീഡിയോ എടുക്കുന്നില്ല, അപ്പം കൈ വിടണ്ടെന്ന് വെച്ചിട്ട്. ആനിവേഴ്സറിൻ്റെ 2 എന്നുള്ളതിലൊന്ന് മിസ്സായിട്ടുണ്ട്. പിന്നെ ഫോട്ടോ എടുത്തപ്പോഴാണ് അത് കണ്ടത്. കൊള്ളാണ്ടെന്ന് വെച്ചിട്ട് ഞാനത് മായ്ച്ചിട്ടൊന്നും അങ്ങനെ തന്നെ കൊടുത്തു.